നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. വരിക്കച്ചക്ക കേട്ടോ. ചക്കയില്ലാത്ത എനിക്കിവിടെ പ്ലാവില്ല, അതുകൊണ്ട് അങ്ങനെ ചക്കയൊന്നും കിട്ടില്ല. ഇങ്ങനെ ഓരോ ആൾ തരുന്നതാണ്. അപ്പം നല്ല മധുരമുള്ള ചക്ക, പച്ച ചക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ ചക്ക പുഴുക്കും ഉണ്ടാക്കാം. അങ്ങനെ ഇതാ ചക്കയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നാളെ ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പം കുറച്ചേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പം തീർന്നിട്ടില്ലെങ്കിൽ നാളെ ഇത് വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. അപ്പം നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. നോക്കാം നമുക്ക്. ഇത് നമുക്ക് ആദ്യം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അരക്കുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി മിക്സ് ചെയ്യാം. ചക്ക വെച്ചിട്ടുള്ളൊരു ഡിഷ്. അപ്പം ഇത് നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പം അങ്ങനെ ഇത് നമ്മളെ ചക്ക വെച്ചുള്ളൊരു സ്നാക്സ് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടാവും. ആദ്യത്തെ പരീക്ഷണമാണ്. അപ്പം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അല്ലോ എങ്ങനെയുണ്ട്? എന്നാ പോലും ഇത് സാധനം യെസ്. ഇത് തിന്നുമോലേ ഉണ്ണിയപ്പം തിന്നുന്ന പോലെ ഉണ്ടല്ലേ? നിനക്ക് എങ്ങനെയാ? ഉണ്ണിയപ്പം പോലെ അല്ലേ? ഉണ്ണിയപ്പം തിന്നുകൊണ്ടിരിക്കുന്ന നീയാ ബാബു.